സംസ്ഥാന സർക്കാരിനെതിരെയും എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി PM ആർഷോയ്ക്കെതിരെയും രൂക്ഷ വിമർശനങ്ങളാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ ഉന്നയിച്ചത്. വിദ്യാർത്ഥികളുടെ അക്രമത്തിന് നേതൃത്വം നൽകുന്നത് ആർഷോയെ പ്രതി ചേർക്കണം. CBI അന്വേഷണം സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചു. ഡീനിനെതിരെയും ആരോപണ വിധേയരായ പെൺകുട്ടികൾക്കെതിരെയും നടപടിയെടുത്തില്ലെങ്കിൽ ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരം ശക്തമാക്കുമെന്നും ജയപ്രകാശ്. അഖിൽ പാലോട്ട് മേഡം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖിൽ, ഏറ്റവും രൂക്ഷമായ വിമർശനം തന്നെയാണ് ഇന്ന് ജയപ്രകാശ് ഉന്നയിച്ചിരിക്കുന്നത്. ആദ്യം വിവരങ്ങൾ. അനു, മുഖ്യമന്ത്രിക്കെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോയ്ക്കെതിരെയുമാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. തൻ്റെ മകന്റെ മരണത്തിന് ഉത്തരവാദികളായ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നത് അത് CPM ആണ്, സർക്കാരാണ് എന്ന ഒരു ആരോപണമാണ് അദ്ദേഹം ഇന്ന് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ എന്തിനാണ് ക്യാമ്പസിനകത്തേക്ക് പോയതെന്നും തൻ്റെ മകനെ ഇത്രയും അധികം പീഡനങ്ങൾ ഏറ്റുവാങ്ങി മരണത്തിന് കീഴടങ്ങുന്ന സമയത്ത് ആർഷോയ്ക്ക് അതിൽ പ്രധാനമായ ഒരു പങ്കുണ്ട്. ആർഷോ ആ ക്യാമ്പസിലെ വിദ്യാർത്ഥിയല്ല, എന്നിട്ടും എന്തിനാണ് ആർഷോ ആ ക്യാമ്പസിനകത്തേക്ക് ഇത്രയും അധികം തവണ പോവുകയും അവിടെ ഏതു പരിപാടി നടന്നാലും ആർഷോയുടെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെ ആർഷോയെ കൂടി ഇതിൽ പ്രതി ചേർക്കണമെന്ന ഒരാവശ്യം കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ SFIയുടെ സംസ്ഥാന നേതാവ് അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ള ഒരു വ്യക്തി എന്ന കുടുംബം പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ആർഷോയുടെ പേരെടുത്ത് പറയാൻ വേണ്ടി ഇപ്പോൾ സിദ്ധാർത്ഥന്റെ കുടുംബം തയ്യാറായിരിക്കുകയാണ്. അതുപോലെ തന്നെ CBI അന്വേഷണമെന്ന ഒരു മോഹന വാഗ്ദാനം നൽകി സർക്കാർ ആഭ്യന്തര വകുപ്പ് തന്നെ പറ്റിച്ചു. അതിൻ്റെ ഒരു നടപടിക്രമങ്ങളും സർക്കാർ ഇതുവരെ മുന്നോട്ട് നയിച്ചില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് താൻ സമരത്തിലേക്ക് പോവുകയാണ്. പ്രത്യക്ഷ സമരത്തിലേക്ക്, ക്ലിഫ് ഹൗസിന് മുമ്പിലേക്ക് തന്നെ സമരവുമായി പോകുന്നു എന്നതാണ് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞു വെക്കുന്നത്. അതിൽ ഇപ്പോൾ ഒന്ന്, അമ്മയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. കാരണം 41 ദിവസമാണ് തൻ്റെ മകൻ നഷ്ടപ്പെട്ടിട്ടാവുന്നത്. ആ 41 ദിവസവും ആ അമ്മയുടെ വേദന അധികം പറയാൻ സാധിക്കുന്നതിൽ അപ്പുറത്താണ്, വാക്കുകൾക്കും അപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിട്ടാണ് പോകുന്നത്. ആ അമ്മയുടെ ആരോഗ്യസ്ഥിതി കൂടി കുറച്ച് മെച്ചപ്പെട്ടാൽ അമ്മയ്ക്കും സമരത്തിന്റെ ഭാഗമായി എത്തണമെന്ന അമ്മയുടെ വാശി കാരണമാണ് താൻ സമരത്തിൽ നിന്ന് ഇപ്പോൾ കുറച്ചു നാളത്തേക്ക് മാറി നിൽക്കുന്നത്. ആരോഗ്യസ്ഥിതി മോശമായാൽ, അധികം മോശമാവുകയാണെങ്കിൽ താനും തൻ്റെ ഇളയ മകനുമായി സമരത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും സിദ്ധാർത്ഥന്റെ കുടുംബം പ്രത്യക്ഷമായ ഒരു സമരരംഗത്തേക്ക് ഇറങ്ങുന്നു, പ്രത്യക്ഷമായ ഒരു സമര മുഖത്തേക്ക് തന്നെ ഇറങ്ങുന്നുണ്ട്. താൻ വഞ്ചിക്കപ്പെട്ടു, താൻ മുഖ്യമന്ത്രിയുടെ വാക്കു കേട്ടതിൽ ചതിക്കപ്പെട്ടു എന്ന ഒരൊറ്റ വാക്കിന്മേൽ സിദ്ധാർത്ഥന്റെ കുടുംബം സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുമനു. തീർച്ചയായും. മാത്രമല്ല അഖിൽ, അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 വാദങ്ങൾ, ഒന്ന് PM ആർഷോയ്ക്കെതിരെ ഇത്ര പ്രത്യക്ഷമായ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതിനു മുൻപ് ആർഷോ സന്ദർശിച്ചിരുന്നു, അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ട് എന്ന് മറ്റു വിദ്യാർത്ഥികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതായും സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുകയുണ്ടായി. എന്തായാലും അദ്ദേഹം വാക്കുകൾ നമുക്ക് ഒരിക്കൽ കൂടി കേട്ടതിന് ശേഷം മടങ്ങിയെത്താം. എന്നെ ചതിച്ചാണ്, എന്നെ ചതിച്ചല്ലോ. എല്ലാം കേരള സർക്കാർ എന്നെ ചതിച്ചു, അങ്ങ് ചതിക്കുഴിയിൽ വീഴ്ത്തി. ആദ്യം പോലീസ് ഭരണം, പോലീസ് അന്വേഷണം ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ എന്നെ പറഞ്ഞു പറ്റിച്ചു. രണ്ടാമത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് CBI അന്വേഷണം തരാം, ഇപ്പോൾ തരാം, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതൊരു 10-15 ദിവസം 20 ദിവസം പറഞ്ഞ് അതെന്നെ പറഞ്ഞു പറ്റിച്ചു. അക്ഷയ് എന്ന് പറഞ്ഞാൽ MM മണിയുടെ ചിറകിൻ്റെ അകത്ത് കിടക്കുന്ന, അഭയം പ്രാപിച്ച് കിടക്കുന്ന അക്ഷയ്, അവനെ തുറന്നുകൂടി. എന്തിനാണ് MM മണി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ വെളിയിലിട്ടിട്ട് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യും. ഇതെല്ലാം ഉന്നയിച്ചിട്ട് തന്നെയാണ് ഞാൻ ഉറപ്പായിട്ട് പോകും, ക്ലിഫ് ഹൗസിൽ പോകും. പിന്നെ 8 മാസത്തോളം അവനെ പീഡിപ്പിച്ചത്, 8 മാസത്തോളം ഡെയിലി എല്ലാ ദിവസവും പീഡിപ്പിച്ചിട്ട് അവനെതിരെ അതിന് ഫുൾ സപ്പോർട്ട് കൊടുത്ത ആ SFIയുടെ ഈ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ്, അവൻ്റെ പങ്കെന്തിന് അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ട് പോലീസ് അവരിലേക്ക് പോകുന്നില്ല? ഇതെല്ലാം ഉന്നയിച്ചിട്ട് ഞാൻ ഉറപ്പായിട്ട് ഞാൻ പോകും. എനിക്ക് സമരത്തിൽ നിന്ന് യാതൊരു വീഴ്ചയും മാറ്റമില്ല. പിന്നെ CBI അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ടിയ ഒരു പേപ്പർ കൊണ്ടുപോയി ഡൽഹിയിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് ഞാൻ 20 ദിവസമായിട്ട് ഇറങ്ങിക്കയറി നടന്നിട്ട് കിട്ടാത്തൊരു പേപ്പർ 2-3 മണിക്കൂർ കൊണ്ട് പെട്ടെന്നൊരു പേപ്പർ കിട്ടിയിട്ട് ഒരു പ്രഹസനം, ആഭ്യന്തര മന്ത്രാലയത്തിൽ അന്വേഷണം, എന്നിട്ട് ഒരു 3 വരെ സസ്പെൻഷൻ. ഇതെന്നാ കണ്ണിൽ പൊടിയിടുന്ന അവരാരും ഇത് വിചാരിച്ചാ? കണ്ണിൽ പൊടിയിട്ടിട്ട് ചുമ്മാ ഇരിക്കാമെന്ന് വിചാരിച്ചാ? അഖിൽ, അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്തായാലും സ്പഷ്ടവും വ്യക്തവുമാണ്. ഈ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രിയാണല്ലോ, അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. താൻ ചതിക്കപ്പെട്ടു, അതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തന്നെ ചതിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നതും. എന്തായാലും അതിൽ നിന്നുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് അത്ര വേഗം ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് തോന്നുന്നുമില്ല.
അത് ആ വാക്കുകളിൽ തന്നെയുണ്ട് ഒരു കുടുംബത്തിന്റെ നിസ്സഹായാവസ്ഥ. തൻ്റെ മകന്റെ നീതിക്ക് വേണ്ടി ആ കുടുംബം ഏതറ്റം വരെ പോകാനുള്ള മാനസികാവസ്ഥയിലാണ് ആ കുടുംബം നിൽക്കുന്നത് എന്ന് അച്ഛൻ്റെ വാക്കുകൾക്കിടയിലൂടെ തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. കാരണം തൻ്റെ മകന്റെ നീതി തേടി താൻ നടത്തുന്ന പോരാട്ടങ്ങളെയൊക്കെ തന്നെ ചില ജിമിക്കുകൾ കാണിച്ച് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും സർക്കാരും ഒക്കെ തന്നെ അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണം തന്നെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത് നമുക്ക് വ്യക്തമായി പറയുന്നുണ്ട്. അദ്ദേഹം എം മണിയാണ് അതിലെ ചില പ്രതികളെ സംരക്ഷിച്ചു പിടിക്കുന്നത്. ചിറകിനടിയിൽ സംരക്ഷിച്ചു പിടിച്ചിരിക്കുകയാണ്. ആ പ്രതികളെ എന്തുകൊണ്ട് തുറന്നുവിട്ട് ഇതിൽ നീതി നമ്മുടെ കുടുംബത്തിന് ഉറപ്പുവരുത്താൻ തയ്യാറാകുന്നില്ല എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ക്യാമ്പസിലേക്ക് എത്തിയ SFIയുടെ ഉന്നത നേതാവ് PM ആർഷോ, SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോയ്ക്കെതിരെ ഈ കേസിൽ പ്രതി ചേർക്കണം എന്ന ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ആ കുടുംബം നീതി തേടിയുള്ള പോരാട്ടത്തിലാണ്. ആ നീതി തേടി ക്ലിഫ് ഹൗസിന്റെ മുന്നിലേക്ക് തന്നെ എത്തുമെന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. കാരണം അവിടെയാണ് താൻ ചതിക്കപ്പെട്ടത്, അവിടെ നിന്ന് തന്നെയാണ് തനിക്ക് നീതി ലഭിക്കേണ്ടത്. താൻ 10-20 ദിവസം കയറി നടന്നിട്ടും കിട്ടാത്ത പേപ്പർ എങ്ങനെയാണ് അതിവേഗം ഈ CBI അന്വേഷണം എന്ന ഒരു നീക്കുപോക്ക് ഉണ്ടാകുന്നത്, തന്നെ പറ്റിക്കുകയാണ് ഓരോ തവണയും സർക്കാർ ചെയ്യുന്നത് എന്ന വാക്കുകൂടി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും ആ കുടുംബം ആ മകന്റെ നീതിക്ക് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരുമനു. തീർച്ചയായും അഖിൽ, ഒന്നുകൂടി ഇതിന്റെ പ്രതികരണം അറിയാനായി ആരായാൻ വേണ്ടി ഞങ്ങൾ PM ആർഷോയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിന് വലിയ വിശപ്പാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്. ഇതിൽ പ്രതികരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു വെച്ചതുപോലെ തോന്നി. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അധികം വൈകാതെ എന്തായാലും പൊതു സമൂഹത്തിന് മുമ്പിൽ എന്തെങ്കിലും പറഞ്ഞേ മതിയാവൂ. എന്തിനാണ് ഈ ക്യാമ്പസുകളിൽ ഇപ്രകാരം മറ്റു ക്യാമ്പസുകളിൽ പോയി നേതാക്കന്മാർ കൂടുതൽ സമയം തങ്ങുന്നത് എന്നറിയണം. അവിടെ ഏത് രീതിയിലുള്ള സംഘടനാ പ്രവർത്തനമാണ് ശക്തിപ്പെടുത്തുന്നത് ഈ വിദ്യാഭ്യാസത്തിനുപരി എന്നതും പൊതുസമൂഹം അറിയേണ്ടതല്ലേ? എന്തായാലും ആർഷോ പ്രതികരണത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആർഷോ പ്രതികരിച്ചില്ലെങ്കിലും ആർഷോ പറയാൻ പോകുന്ന വാക്കുകൾ ഞാൻ പറയാം. ഇത് SFIയെ വേട്ടയാടുന്നതിലേക്ക് വേണ്ടി, SFIയെ ഇല്ലാതാക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ചില മാധ്യമങ്ങളുടെ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ വാക്കുകളിൽ ഉണ്ടാകുന്നത്. താൻ ആ ക്യാമ്പസിലേക്ക് പോയത് തൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുണ്ട് എങ്കിൽ അത് അന്വേഷിക്കട്ടെ എന്നതായിരിക്കും ആർഷോ പറയാൻ 99% ഉണ്ടാകുന്ന വാക്കുകൾ ആർഷോയുടെ ഭാഗത്തു നിന്ന് ഇത് തന്നെയായിരിക്കും. കാരണം ആർഷോ ഇതിനു മുമ്പും പലതവണ നമ്മൾ SFI പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന പ്രതികരണങ്ങൾ എടുക്കുന്ന സമയത്ത് അത് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണത്തിൽ വിദ്യയുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ വ്യാജ മാർക്ക് ലിസ്റ്റ് നിർമ്മിച്ച നിഖിലിൻ്റെ കാര്യത്തിലൊക്കെ ആയാലും നമ്മൾ പ്രതികരണം തേടുന്ന സമയത്തൊക്കെ തന്നെ ആർഷോ പറഞ്ഞത് SFIയെ വേട്ടയാടുന്നതിലേക്ക് വേണ്ടി മാധ്യമങ്ങൾ കെട്ടിച്ചമയ്ക്കുന്ന വാർത്ത മാത്രമാണ് എന്നതായിരുന്നു PM ആർഷോയുടെ പ്രധാനപ്പെട്ട ഒരു ക്യാപ്സ്യൂൾ. അതുകൊണ്ട് ഇതിൽ തനിക്കെതിരെ ആരോപണം വരുമ്പോഴും ആ ക്യാപ്സ്യൂൾ തന്നെ ആർഷോ ആദ്യം എടുത്ത് പുറത്തേക്ക് തരാനുള്ള സാധ്യത കൂടുതലായി ഞാൻ കാണുന്നത്. കാരണം ആർഷോ എനിക്ക് നന്നായിട്ട് അടുത്തറിയാവുന്ന ഒരാൾ എന്ന നിലക്ക് എനിക്കത് തന്നെയാണ് ഇപ്പോൾ അനുവിനോടും പറയാനുള്ളത്. ശരി.